എല്ലാവർക്കും നമസ്കാരം. 2023 ക്രിസ്മസ് വേളയിലാണ് നമ്മുടെ ഉച്ചവരെയുള്ള കുട്ടികളോടൊത്തുള്ള നമ്മുടെ ക്രിസ്മസ് ആഘോഷം കഴിഞ്ഞു. നമുക്കും ആഘോഷം വേണ്ടത്, നമ്മളും ആഘോഷിക്കുകയാണ്. നല്ല രീതിയിൽ ആഘോഷിക്കാൻ നമ്മൾ കുറച്ചൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇനിയും പ്ലാൻ വിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ ഗാനഗോകുലങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നല്ല പാട്ടും, ആരോ ചോദിച്ച പോലെ ബ്രേക്ക് ഡാൻസോ ബ്രേക്ക് ഇല്ലാത്ത ഡാൻസോ എന്തൊക്കെയോ കളിച്ച് നമുക്ക് അടിച്ചു പൊളിച്ച് ഇവിടുന്ന് ഇന്ന് അടിച്ചു പൊളിച്ച് നമ്മുടെ ക്രിസ്മസ് ആഘോഷിക്കാം. അപ്പോൾ എന്തായാലും നമ്മൾ അടിച്ചു പൊളിക്കുകയാണ്, നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷൻ ആരംഭിക്കുകയാണ്. എല്ലാവർക്കും മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. റിട്ടയർ ചെയ്യുന്ന എല്ലാ സുഹൃത്തുക്കളെയും വിളിക്കുകയാണ് ഇങ്ങോട്ട്. 3 ആളുണ്ട്. ശ്രീലത ടീച്ചർ, ഗ്രേസി ടീച്ചർ, ശ്രീദേവി ചേച്ചി. വേമായോ പിടിക്കോ? Happy New Year. Merry Christmas. Merry Christmas. Happy New Year. നിമ്മി വേഗം വിളിച്ചേ. നമുക്ക് പോകാൻ പറ്റില്ല. 50 പീസ് വേണം. എൻ്റെ അത് 1000 പീസാണ്. പ്രിയമുള്ള സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ട കുട്ടികളെ, ലോകമെമ്പാടും ആഘോഷിക്കപ്പെടുന്ന ഒരു സുദിനമാണ് യേശുക്രിസ്തുവിൻ്റെ ജന്മദിനം. നമ്മളേവരും ഇന്ന് ജാതി മത വ്യത്യാസമില്ലാതെ ക്രിസ്തുമസ് ആഘോഷിക്കുന്നവരാണ്. H.G. വെൽസ് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത്, ലോകത്തിലെ ഏറ്റവും മഹാനായ മനുഷ്യൻ യേശുക്രിസ്തു എന്നാണ് അദ്ദേഹം ഒരു പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത്. അതിന് കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതചര്യകൾ, ഉപദേശങ്ങളെല്ലാം തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ പിന്നീട് ആചരിക്കുകയും സ്വീകരിക്കുകയും ചെയ്തു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും മഹത്തായ ഒരു ദിനം തന്നെയാണ് ക്രിസ്തുമസ്. ഏവർക്കും ക്രിസ്തുമസ് ദിനാശംസകൾ. കിന്നാരം പാടും കുരുവികളെ, തുമ്പി തുള്ളും തുമ്പികളെ, മഞ്ഞിൻ മലയിൽ തെന്നി നടക്കും കാറ്റേ ഉണ്ണിഭൂജാതനായി, കാറ്റേ ഉണ്ണിഭൂജാതനായി. പ്രിയപ്പെട്ട കുട്ടികളെ, അധ്യാപകരെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സന്തോഷത്തിൻ്റെ, ഐശ്വര്യത്തിൻ്റെ ക്രിസ്മസ് ആശംസകൾ. പ്രിയമുള്ളവരെ, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. പ്രിയമുള്ള എല്ലാവർക്കും സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നന്മയുടെയും
ക്രിസ്മസ് നവവത്സരം ആശംസിക്കുന്നു. 2024 എല്ലാവർക്കും സന്തോഷവും നന്മയും നിറഞ്ഞതാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയമക്കളെ, സഹപ്രവർത്തകരെ, എല്ലാവർക്കും എൻ്റെ ക്രിസ്തുമസ് ആശംസകൾ. ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും മഹത്തായ ഒരു ക്രിസ്തുമസ് ആശംസ എല്ലാവർക്കും ഞാൻ നേരുകയാണ്. ക്രിസ്തുമസിനെ കുറിച്ച് നമ്മൾക്ക് ഓർമ്മ കിട്ടുമ്പോൾ എല്ലാ ജാതി മത ഭേദമന്യേ എല്ലാ ആളുകളും, അതായത് ഓരോ വ്യക്തികളും ആഹ്ലാദിച്ചുല്ലസിക്കുന്ന ഒരു ഉത്സവം തന്നെയാണ് യേശുക്രിസ്തുവിൻ്റെ ജനനം നമ്മൾ ആഘോഷിക്കുന്നത്. എല്ലാവരുടെ മനസ്സിലും എല്ലാ മക്കളുടെയും മനസ്സിലും ക്രിസ്തുമസ് എന്ന് പറയുന്നത് വലിയൊരു ആഘോഷം തന്നെയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്തുമസ് ആശംസകൾ നേരുന്നു. Jingle bell, jingle bell, jingle all the way. Oh, what fun it is to ride in a one-horse open sleigh. To ride in a one-horse open sleigh. എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് ദിനാശംസകൾ. ക്രിസ്മസ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അല്ലേ കേക്കാണ് ഓർമ്മ വരുന്നത് അല്ലേ. കേക്കില്ലാത്ത ഒരു ക്രിസ്മസ് ഇല്ല. ഇന്നും നമ്മുടെ എല്ലാ ക്ലാസ്സുകളിലും കേക്ക് ഉണ്ട്, കേക്ക് കട്ട് ചെയ്യുന്നുണ്ട് അല്ലേ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസ് ദിന ആശംസകൾ. ഓക്കെ. ക്ലൂ പറയാൻ പോകുന്നേട്ടാ. ചുരിദാറായിട്ടിരിക്കുന്നത് ചുവപ്പ് കളർ ഷോളാണ്. എന്തെങ്കിലും ഹൈറ്റുള്ള ആളാണ്. Yes, Seliam teacher. അല്ല, ഏലിയാമ്മ ടീച്ചർ ടീച്ചറാണോ? ചുരിദാറാണ് ഇട്ടിരിക്കുന്നത്. യൂണിഫോം റെഡ് അല്ല, വൈറ്റും ഇട്ടിട്ടില്ല, റെഡും ഇല്ല. ആരാന്ന് കണ്ടെത്തിക്കോളൂ. എല്ലാവർക്കും മേരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. എൻ്റെ ഫ്രണ്ട് സാരി മാത്രം സെലക്ട് ചെയ്യുന്ന ടീച്ചറാണ്. ഇവിടെ ഇല്ല, ഇവിടെ ഇല്ല. ആരാണ്? ടീച്ചർക്ക് കിട്ടിയ ആളെ കൊടുക്കാം. പ്രീതി ടീച്ചറൊക്കെ വലിയാതെ പറഞ്ഞതുകൊണ്ട് എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു പ്രീതി ടീച്ചറുടെ ഫ്രണ്ടിന് കൊടുക്കാനായിട്ട്. പ്രീതി ടീച്ചറുടെ ഫ്രണ്ട്
നമ്മൾ വളരെ സൂക്ഷിച്ച് കാലാവസ്ഥയൊക്കെ നോക്കി ഇടപെടേണ്ട ഒരാളാണ്. ആരാണ് മനസ്സിലായെങ്കിൽ പറയാം. ഇതിന്റെ കാലാവസ്ഥ ശരിയല്ല എന്റെ കൂട്ടുകാരി എന്താണ് അഴീക്കോട്ടുകാരിയാണ്. ചെറിയാട് പഞ്ചായത്ത് നിവാസിനിയാണ്. കിട്ടിയ വനിത മാത്സ് ഗ്രൂപ്പിലെ തന്നെ ഒരു പാവൻകുട്ടി ആര്യ. എല്ലാ ടീച്ചേഴ്സിനും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. എൻ്റെ ഫ്രണ്ട് നമ്മുടെ ഗായിക അന്ന് അതിലൊരു ഗായിക ഇന്ന് നല്ല പൊക്കമുണ്ട്. എൻ്റെ ഈ വർഷത്തെ ക്രിസ്മസ് ഫ്രണ്ട് നമ്മുടെ UP-യിലെ മാത്സിൻ്റെ ഒരു ഉസ്താദാണ്. അതുപോലെ തന്നെ ഒരു ലേഡിയാണ് കേട്ടോ, ടീച്ചറാണ്. അതുപോലെ നമ്മുടെ ന്യൂൺ ഫീലിങ്ങിൻ്റെ മെയിൻ ആളാണ്. എൻ്റെ ഫ്രണ്ട് ചുരിദാറാണ് ഇട്ടിരിക്കുന്നത്. എൻ്റെ കൂട്ടുകാരിക്ക് ഒരു ചുവപ്പൻ അഭിവാദ്യങ്ങൾ. എല്ലാവർക്കും നമസ്കാരം. മനസ്സ് നിറയെ എന്താണ് തുളുമ്പി നിൽക്കുന്ന സന്തോഷമുണ്ട്.
ഞാൻ ഓർക്കുന്നു ഇവിടെ ക്രിസ്മസ് ഫ്രണ്ടിനെ എടുക്കുന്നതിന് മുമ്പ് തന്നെ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് നിമിനെ ഞാൻ വിളിച്ചിരുന്നു എറണാകുളത്ത് പോകുന്ന വഴിക്ക്. അപ്പോൾ എനിക്ക് ഗിഫ്റ്റ് എടുക്കാൻ വേണ്ടി ചോദിച്ചപ്പോൾ പറഞ്ഞു ഇവിടെ എടുത്തിട്ടില്ല. എങ്കിലും എനിക്ക് അപ്പം തന്നെ മനസ്സിൽ തോന്നി എൻ്റെ ഫ്രണ്ട് ഇത് ഒരു വ്യക്തി എൻ്റെ മനസ്സിൽ അദ്ദേഹം തന്നെ ആകും. അത് കഴിഞ്ഞ് പിന്നത്തെ ആഴ്ചയിൽ സുജാത ടീച്ചർ എന്നോട് പറഞ്ഞു ഒരു ഗിഫ്റ്റ് എക്സ്ചേഞ്ച് നടത്തിയിട്ടുണ്ട്, ഇന്നതാണ് ടീച്ചറിന്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞു. എനിക്ക് അതിശയം വന്നുപോയി. കാരണം ഞാൻ മനസ്സിൽ അത്രയേറെ ആഗ്രഹിച്ച ഒരു ഫ്രണ്ടിനെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ആ ഫ്രണ്ടിന്റെ കുറച്ച് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ആ ഫ്രണ്ടിന്റെ കുറെ നല്ല ഗുണങ്ങളൊക്കെ ഉള്ള ഒരു കുട്ടികളെയാണ് ഞാനിപ്പോ പഠിപ്പിക്കുന്നത്. എൻ്റെ 9ാം ക്ലാസ്സിലെ കുട്ടികള്. അതുപോലെ തന്നെ കുറെ ക്രിയേറ്റീവ് ആയിട്ടുള്ള എബിലിറ്റീസ് ഉള്ള ഒരു ടീച്ചറാണ് ആ വ്യക്തി. പക്ഷേ ഒരിടത്തും അത് എക്സിബിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയാണ്. എന്തായാലും എന്റെയും എൻ്റെ ബീനയുടെയും കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ബീന എൻ്റെ അനിയത്തിയാണ്, വർക്ക് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. എന്തായാലും ഒരു കുറുമ്പനാണ്. ആ കുറുമ്പന് ഏറെ സ്നേഹത്തോടു കൂടി ഞാൻ വിളിക്കുന്നു. വരൂ എൻ്റെ അനിൽ മാഷ്. They found no place to bear the child. What a scene the room was inside. Could now hear the angels sing a beauty for today. And man will live forevermore because of Christmas Day. From the sound the angels sing, listen to what they say. And man will live forevermore because of Christmas Day. എൻ്റെ ഫ്രണ്ട് യുപിയിലെ അടുത്ത ഗായിക, 2ാമത്തെ ഗായിക. പേര് പറയേ. And in a manger, Mary's little boy child was born. Long time ago in Bethlehem, so the Holy Bible said. Mary's boy child. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ക്രിസ്മസിൻ്റെ എല്ലാ ആശംസകളും. ഒപ്പം എൻ്റെ ഫ്രണ്ട് ഇവിടുത്തെ ഏറ്റവും ചെറുപ്പമാണെന്ന് തോന്നുന്നു. നമ്മുടെ സ്റ്റാഫ് പുറത്തുനിന്ന് വന്ന സ്റ്റാഫാണ്. ഞാൻ എപ്പോഴും സംസാരിക്കുകയും വളരെ ഹാപ്പി ആയിട്ട് നടക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കൊച്ചുകുട്ടി. അല്ല, ഭാവനയല്ല, നമ്മുടെ സ്റ്റാഫല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ടെൻസിയാണ്. Feliz Navidad, Feliz Navidad, Feliz Navidad, pero año felicidad. എൻ്റെ ഫ്രണ്ട് the person who has something related to music. ജെൻ സ്റ്റാഫാണ്. സർ പ്ലീസ്. Wish you a Merry Christmas. I wanna wish you a Merry Christmas. I wanna wish you a Merry Christmas from the bottom of my heart. I wanna wish you a Merry Christmas. I wanna wish എൻ്റെ ഫ്രണ്ട്. Christmas from the bottom. ഞാനിവിടെ പറയാൻ പോകുന്ന ക്ലൂകളൊക്കെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും കേട്ടോ. നോണായിരിക്കും. ലെഫ്റ്റ് സൈഡിലായിരിക്കണേ. പിന്നെ മാല ഇട്ടിട്ടില്ല. പിന്നെ ക്രിസ്മസ് ക്യാപ്പ് ഇട്ടിട്ടുണ്ട്. പറഞ്ഞോ ടീച്ചർ, പ്രീതി ടീച്ചർ.
വിഷിംഗ് യു ഓൾ എ വെരി മെറി ക്രിസ്മസ് ആൻഡ് എ ഹാപ്പി ന്യൂ ഇയർ. എൻ്റെ ഫ്രണ്ട് UP സെക്ഷനിലുള്ള തെന്നിന്ത്യൻ സിനിമയുടെ നായികയുടെ പേരുള്ള ഒരു ടീച്ചറാണ്, തൃഷ ടീച്ചർ. എൻ്റെ ഫ്രണ്ട് UP സെഷനിലെ ഒരു ടീച്ചറുടെ പേരിലെ ലാസ്റ്റ് ലെറ്റർ മാറ്റി കഴിഞ്ഞാൽ ആ സാറിൻ്റെ പേര് കിട്ടും. വിമൽ സാറാണ്. എൻ്റെ ഫ്രണ്ട് ചുരിദാറായിട്ടാണ്. ചുരിദാറ് ആള് ഭയങ്കര സൈലന്റ് ആണ്. ഞാൻ പോണ ഡയറക്ഷൻ തന്നെയാണ് പോണത് യാത്രയൊക്കെ ഏകദേശം ബസ്സിൽ. Jingle bells swing and jingle bells ring. Snowing and blowing, the bushes are fun. Now jingle bell has jingle bell, jingle bell, jingle bell. എല്ലാവർക്കും ശാന്തിയും സമാധാനവും നിറഞ്ഞ ഒരു ക്രിസ്മസ് നേരെയാണ്. പിന്നെ എനിക്ക് കിട്ടിയേക്കുന്ന ഫ്രണ്ട്, ഞാനിരിക്കുന്ന സ്റ്റാഫ് റൂമിലല്ല ഇരിക്കുന്നത്. പിന്നെ എപ്പോഴും ഞാൻ താഴെ UP സ്റ്റാഫ് റൂമിലേക്ക് തേടി പോകാറുള്ള ഒരാളാണ് സാബറി ടീച്ചർ. എൻ്റെ ഫ്രണ്ട് ഒരു വലിയ കലാകാരിയാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിന്റെ കലോത്സവമൊക്കെ ഏറ്റെടുത്ത ആളാണ്. താങ്ക് യു. യെസ്. അപ്പം എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ദിനം ആശംസിക്കുന്നു. എൻ്റെ ഫ്രണ്ട്, ഞാനും ആ ഫ്രണ്ടും ചേർന്നാൽ മണിപ്രവാളമാകും. ഞാനും ആ ഫ്രണ്ടും ചേർന്നാൽ മണിപ്രവാളമാകുമെന്നാണ് പറയാറ്. യെസ്. ഭാഷാ സംസ്കൃത യോഗവും മണിപ്രവാളം. ഒരു കാര്യം കൂടി പറയട്ടെ കേട്ടാ. 3 ഗിഫ്റ്റ് ഒരുമിച്ചാണ് വാങ്ങിയത്. പാക്ക് മാറിപ്പോയിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. പൊട്ടിച്ച് നോക്കിയാലേ ഞാൻ പറഞ്ഞുതരാം ആരുടെയാന്ന്. എനിക്ക് ഈ ഫ്രണ്ടിനെ കിട്ടിയപ്പോൾ ആളറിയില്ലായിരുന്നു, പിന്നെ ഒരു പ്രത്യേക രീതിയിൽ ആളെ കണ്ടുപിടിച്ചു. അപ്പോൾ എനിക്കറിയാത്ത ആളെന്ന് പറയുമ്പോൾ ആരായിരിക്കും? UP-യിൽ ഡെയിലി വേജ് ആയിട്ടുള്ള ഒരാളാണ് രേഷ്മ. ഞാൻ ആകെ പെട്ടെന്ന് എന്താണോ പേരറിയില്ലല്ലോ, ഏത് ടീച്ചറാണാവോ. അപ്പോൾ നോക്കിയപ്പോൾ തൃഷ, രേഷ്മ എന്നൊക്കെ ലിസ്റ്റിലുണ്ട്. അപ്പോൾ തൃഷ ടീച്ചർ ഉപ്പിടണം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി മറ്റേ ആളായിരിക്കുന്നു. എന്നാൽ പിന്നെ അപ്പോൾ പിന്നെ വെറുതെ ഒന്ന് ചോദിച്ചു ടീച്ചറിൻ്റെ പേരെന്തെന്ന്. അങ്ങനെ കണ്ടുപിടിച്ചു. എന്തായാലും ഇനി മറക്കില്ല, ഒരിക്കലും മറക്കില്ല.
മൈക്ക് ഓൺ ഓഫ്. എൻ്റെ ഫ്രണ്ട് എൻ്റെ അടുത്ത് തന്നെ ഇരിക്കണേ ആളുടെ പേരിൽ ഏകദേശം 2 പേര് നമ്മുടെ ഇവിടെ ഉണ്ട്. ഒരാൾക്ക് ഓൾറെഡി ഗിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞു. വിമല ടീച്ചർ. ഇപ്പഴാണ് കേട്ടാ. എൻ്റെ ഫ്രണ്ടിൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം ജെ ആണ്, അവസാനത്തെ അക്ഷരം എ ആണ്. Rocking around the Christmas tree, let the Christmas spirit ring. Later we'll have some pumpkin pie and we'll do some caroling. എല്ലാവർക്കും ക്രിസ്തുമസ് ദിനാശംസകൾ. ക്ലൂ തരണമെങ്കിൽ ഇപ്പം ഞാനും ആളും മാത്രം നിൽക്കണുള്ളൂ. The Christmas tree have a happy holiday. Everyone dancing merrily, shine away. ഒരുപാട് പേരല്ലേ. നിങ്ങൾ എല്ലാവരും ഓരോ ക്ലൂ ഒക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ത് ക്ലൂ പറയും. അപ്പോൾ അങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് അവസാനം ഞാനൊരു ക്ലൂവിൽ എത്തിച്ചേർന്നു. പലരും പറഞ്ഞ പോലെ എൻ്റെ ഫ്രണ്ട് ഒരു ഗായികയാണ്. ഇതിൽ ഒരു ടീച്ചർ പറഞ്ഞു നമുക്ക് ഒരു കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് ഒരു ആളുടെ കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് ആഴ്ചയിൽ ഒരു ഫസ്റ്റ് വീക്ക് ഓടുകൂടി നമുക്ക് ചില കാര്യങ്ങൾ നമ്മുടെ അക്കൗണ്ടിൽ വീടില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവുന്ന ഒരാള്. അപ്പൊ ആ ആള് ഇരിക്കുന്ന സ്ഥലത്ത് തന്നെയാണ് ഈ ഗായിക പലപ്പോഴും കാണുന്നത്. അപ്പൊ അത് ഏകദേശം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ ഓഫീസിൽ ശ്രീപ്രിയ ആണ് എൻ്റെ സുഹൃത്ത്. Dashing through the snow in a one-horse open sleigh. Over the fields we go, laughing all the way. Bells on bobtail ring, making spirits bright. What fun it is to ride and sing a sleighing song tonight. Oh, jingle bells, jingle bells, jingle bells. Oh my God, it's right. ക്ലൂ പറയണമെങ്കിൽ സാരിയാണ്. സാരിയുടെ അതേ കളർ തന്നെയാണ് ബ്ലൗസും. പിന്നെ കലാരംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. നമ്മുടെ സ്കൂളിൻ്റെ കലാപ്രവർത്തനങ്ങളിലൊക്കെ മുന്നിട്ട് നിൽക്കുന്ന വ്യക്തിയാണ്. യെസ്. Fuzzy forest speed and hitch him to an open sleigh and go and take the lead. Oh, jingle bells, jingle all the way. നമസ്കാരം. എല്ലാവരെയും കുറേ നാൾക്ക് ശേഷമാണ് ഒരുമിച്ച് കാണുന്നത് ഇത്ര റിലാക്സ്ഡ് ആയിട്ട്. അപ്പം മെരി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ. പിന്നെ എൻ്റെ ഫ്രണ്ട് സുജാത ടീച്ചർ വിളിച്ച് പറഞ്ഞപ്പോഴാണ് ആ ഫ്രണ്ടിനെ കുറിച്ചിട്ട് ക്ലൂ ചോദിച്ചാൽ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല, പേര് മാത്രമല്ലാതെ. ഒന്ന് പറയാനുള്ളത് ഹൈസ്കൂളിലെ ടീച്ചറാണ്. കുറച്ച് ഗൗരവകാരിയാണോ എന്ന് എനിക്ക് തോന്നാറുണ്ട്. അത് ഞാനിങ്ങനെ പലരുമായിട്ട് ഇൻട്രാക്ഷൻ കുറവായതുകൊണ്ടാണോ എന്നറിയില്ല. കിട്ടിയില്ലല്ലോ. ചുരിദാർ മാത്രമേ ഇടുള്ളൂ എന്ന് ഞങ്ങൾ ഡിസ്കസ് ചെയ്ത്, ഞാനും ഒരു ടീച്ചറായിട്ട് റിൻ ടീച്ചറായിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. ചുരിദാർ മാത്രമേ ഇടുള്ളൂ എന്ന്. അതാ ഇനി അപൂർവ. ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഇടയ്ക്കൊരിക്കൽ ഞാൻ സാരി എടുത്ത് കണ്ടിട്ടുണ്ടോ എന്ന് ആലോചിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ അപൂർവമായിട്ട് സാരി എടുക്കുന്നതും
ഒരിത്തിരി ഗൗരവകാരിയാണെന്ന് നമുക്ക് തോന്നുന്നതാണോ എന്നെനിക്ക് സംശയമുണ്ട്. ഹൈസ്കൂളിലെ ടീച്ചറാണ്. ഈ വശത്താണ് ഇരിക്കുന്നത്. എല്ലാവരും സുന്ദരിമാരായതുകൊണ്ട് ഇനി അങ്ങനെ സുന്ദരിയാണ്. അതന്നെ, സോണിയ ടീച്ചറാണ്. യെസ് യെസ് യോ ഞാൻ പറഞ്ഞു കേട്ടോ, എനിക്ക് തോന്നുന്നതാണ്. ഞാൻ അധികം നിങ്ങൾക്ക് തമ്മിൽ അങ്ങനെ സംസാരിക്കേണ്ട കാര്യം വന്നിട്ടില്ല അല്ലേ? പൊതുവെ അങ്ങനെയാണോ? അതായിരിക്കും. എനിവേ, എല്ലാവർക്കും ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ നേരുന്നു. ഈ പറഞ്ഞ പോലെ ഇത്രയും പേരെ ഒരുമിച്ച് കാണുന്നത് കുറേ നാളുകൾക്ക് ശേഷമാണ്. ഇത്രയും പേര് നമ്മളുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് ഇത്രയും പേരെ കാണുന്നത് തന്നെ. പിന്നെ ഞാൻ ഗൗരവക്കാരിയൊന്നും അല്ല കേട്ടോ. ഗൗരവം പോലെ ചിലപ്പോൾ തോന്നുന്നതായിരിക്കും. നമ്മുടെ ഈ ടെൻഷന്റെ ഓടിപ്പാച്ചിലിനെ ഇടയ്ക്ക് ചിലപ്പോൾ നമ്മുടെ മുഖം എങ്ങനെ ഇരിക്കണമെന്ന് നമുക്കറിയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഗൗരവം പോലെ തോന്നുന്നതായിരിക്കാം. ഒട്ടും ഗൗരവമല്ല. പിന്നെ നമുക്ക് അധികം ഇന്ററാക്ട് ചെയ്യേണ്ടി വരുമ്പോഴാണല്ലോ നമ്മൾ അടുത്തറിയാം. എന്ത് തന്നെയായാലും എന്തെങ്കിലും ഒരു ഫീച്ചേഴ്സ് പറയണമെന്ന് വിചാരിച്ചിട്ടാവാൻ ടീച്ചർ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ താങ്ക് യു. ഇനി എനിക്ക് കിട്ടിയ ഫ്രണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഒരു മോഡേൺ ട്രഡീഷണൽ ബ്ലെൻഡായിട്ട് തോന്നിയിട്ടുണ്ട് എനിക്ക് ആളെ കാണുമ്പോൾ. അതായത് ഒരു എന്താ പറയുക, നാട്ടിൻപുറത്തിൻ്റെ ഒരു സ്റ്റൈൽ ഇപ്പോഴും മാറാതെ ഉണ്ട്, എന്നാൽ മോഡേണും ഉണ്ട്. പിന്നെ രണ്ടാമത് പറയുകയാണെങ്കിൽ പോലീസുകാരൊക്കെ ആയിട്ട് ഭയങ്കര അടുത്ത ബന്ധമുള്ള ഒരാളാണ്. ഇതിലപ്പുറം ഓരോ ഫീച്ചേഴ്സ് ആവശ്യമുണ്ടോ? നല്ല അല്ലേ? തോന്നിയില്ലേ? അപ്പൊ എല്ലാവർക്കും ക്രിസ്മസ് നവവത്സര ആശംസകൾ. കാര്യത്തിലേക്ക് കടക്കാൻ വേഗം തന്നെ സമയം വൈകുന്നു. എൻ്റെ ഫ്രണ്ട് സുന്ദരിയാണ്, സുശീലയാണ്. പിന്നെ നമ്മള് അധ്യാപകരെ പറയും നമ്മൾ നാവാടി ജീവിക്കുന്നവർ എന്ന് പറയണ കേൾക്കാറുണ്ട്. അപ്പോ നാവാണ് ഒരു അധ്യാപികയുടെ ഏറ്റവും മികച്ച ആയുധം. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി സുധ ടീച്ചർ. Oh, you better watch out. You better not cry. You better not pout. I'm telling you why. Santa. എല്ലാവർക്കും എൻ്റെ ഉന്മത്തമായ ക്രിസ്തുമസ്. കാരണേ ഞാൻ ചെറുപ്പത്തിൽ തുടങ്ങി മെറി എന്ന അർത്ഥത്തിൽ, മെറി എന്ന വാക്കിന്റെ അർത്ഥം തിരഞ്ഞു നടക്കാറുണ്ട്. അപ്പോൾ ഒരു പുസ്തകത്തിൽ വായിച്ചതാണ് മെറി എന്ന് വെച്ചാൽ ഉന്മത്തത. അതായത് നമ്മൾ കേക്ക് മാത്രമേ മുറിക്കാറുള്ളൂ. മറ്റു രാജ്യങ്ങളിലൊക്കെ വൈനോടൊപ്പമാണ് കേക്ക് കഴിക്കുക. ശരിക്കും പറഞ്ഞ ഒരു ഉന്മത്തമായ അവസ്ഥയിലാണ് ക്രിസ്മസ് ആഘോഷിക്കേണ്ടത്. അതുകൊണ്ട് ഉന്മത്തമായ ഒരു ക്രിസ്തുമസ് നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിക്കുന്നു. എപ്പോഴും വന്നോളൂ. എൻ്റെ ഫ്രണ്ട്, എൻ്റെ കൂട്ടുകാരി, ഞാൻ പേരിന്റെ അർത്ഥം പറയാം. രണ്ടർത്ഥമുണ്ട്. ഒന്ന് അമൃതെന്നും മറ്റേത് ചുണ്ണാമ്പെന്നും അർത്ഥമുണ്ട്. എന്റെ പേരാണെങ്കിൽ എന്റെ സ്വഭാവമൊന്നുമില്ല. എന്റെ കപ്പൊക്കെ കുറവാണ്.
പതുക്കെ വന്നപ്പോ Grandma got run over by a reindeer, walking home from our house Christmas Eve. You can say there's no such thing as Santa, but as for me and Grandpa, you leave. She'd been drinking. എല്ലാവർക്കും എൻ്റെ ക്രിസ്തുമസ് പുതുവത്സര ആശംസകൾ ഞാൻ നേരാണ്. എൻ്റെ ഫ്രണ്ട് സാരി ഉടുത്താണ് ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ളത്. എന്നാലും വെക്കേഷൻ സമയത്തൊക്കെ ചുരിദാറൊക്കെ ഇട്ട് വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ മറ്റൊരു ക്ലൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കൂളിലെ കരിയറും ഭക്ഷണ കാര്യങ്ങളൊക്കെ നോക്കുന്ന ടീച്ചർ കൂടിയാണ്, ബിന്ദു ടീച്ചർ. You can say there's no such thing as Santa, but as for me and Grandpa, we believe. Now we're all so proud of Grandpa. He's been taking this so well. നമസ്കാരം. ഏറെ സന്തോഷമുണ്ട് ഇങ്ങനെയുള്ള ഒരു വേളയിൽ നിൽക്കുമ്പോൾ. എൻ്റെ കൂട്ടുകാരി എന്ന് പറയുന്നത് ഞാൻ 2-3 ക്ലൂ പറയാം. 40-നും 50-നും വയസ്സ് പ്രായം. കിട്ടിയില്ല? ഓക്കെ കുഴപ്പമില്ല. അടുത്ത ക്ലൂ, ഗുരുവായൂർ റൂട്ടിലാണ് താമസം. കിട്ടിയോ? അടുത്ത ക്ലൂ, പേരിനോട് കൂടി അല്പം പണമുണ്ടോ എന്ന് സംശയം. Now the goose is on the table, and the pudding made of thick, and the blue and silver candles that would just have matched the hair in Grandma's wig. I've warned all my friends and neighbors, better watch out for yourselves. They should never give a look. മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. എൻ്റെ ഫ്രണ്ട് പെട്ടെന്ന് മനസ്സിലാവുന്ന ക്ലൂ പറഞ്ഞുതരാം. വെള്ള ഷർട്ടാണ് ഇട്ടിരിക്കുന്നത്. ഷൈൻ മാഷ്. അപ്പൊ എല്ലാവർക്കും ആശംസകള്. നമ്മള് ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ ആഘോഷങ്ങള് കുറെ നാളുകളായിട്ട് എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒത്തുകൂടൽ കുറവാണ്. പിന്നെ പല ആൾക്കാരും പരിചയപ്പെടാൻ പറ്റിയ ഒരു അവസരം കൂടി അല്ലെ. കുറെ ആൾക്കാർ നമുക്ക് പുതിയതായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ സ്റ്റാഫായിട്ട് അല്ല, ഡെയിലി വേജ് ആയിട്ടൊക്കെ നമ്മുടെ ഒന്നിച്ച് നിൽക്കുന്ന സ്റ്റാഫ് തന്നെയാണ്. ഡെയിലി വേജ് എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ, പക്ഷെ നമ്മുടെ സ്റ്റാഫ് തന്നെയാണ്. അപ്പൊ ഇങ്ങനെ ഒരു അവസരം ഈ ഒരു വേളയിലെങ്കിലും സാധ്യമായതിൽ നല്ല കാര്യം. ഓക്കെ, ഏതായാലും എൻ്റെ ഫ്രണ്ടിനെ കുറിച്ച് പറയാം അല്ലേ. നമ്മുടെ സ്കൂളിലെ ഇപ്പൊ നേരത്തെ മാഷ് പറഞ്ഞ പോലെ ഏറ്റവും ഉയരമുള്ള വ്യക്തിയാണ് നമ്മുടെ എന്താണ് ജാക്സൺ മാഷ് പറഞ്ഞ പോലെ ഏറ്റവും ഉയരമുള്ള വ്യക്തിയാണ്. പിന്നെ മുടിയില്ല, ഒട്ടും മുടിയില്ല. മുടി മൊട്ടയടിച്ചിരിക്കുകയാണ്. ഓപ്പോസിറ്റ് ആണ് കേട്ടോ. പിന്നെ ചെറിയ മനുഷ്യരില്ലെന്ന് ഞാൻ പറഞ്ഞില്ല, ശരത്ത് തന്നെ. അപ്പൊ എല്ലാവർക്കും എന്താ പറയാ, ഹാപ്പി ഓണം അല്ലെ. എന്നോട് ഞാൻ ഈ മുണ്ട് ഷർട്ട് ഇട്ട് വന്നപ്പോഴേ 10th പിള്ളേര് മാഷ എങ്ങോട്ട് വന്നേന്ന് പറഞ്ഞു, എന്ത് ഹാപ്പി ഓണം എന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് കത്തിയില്ലേ, ഇപ്പോഴാണ് കത്തിയത്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ.
അപ്പം എൻ്റെ ഫ്രണ്ട് എന്ന് പറയാനായിട്ട് നമ്മുടെ സ്കൂളിലെ മിക്കവാറും ദിവസങ്ങളിൽ മാലാഖയായിട്ടാണ് വരിക. വെള്ള ഡ്രസ്സാണ് മിക്കവാറും ധരിക്കാറ്. പിന്നെ ആരാന്നറിയോ? സ്വഭാവം മാലാഖയുടെ അടുത്തുകൂടെ പോകുമെങ്കിലും അല്ലെ ചില സമയങ്ങളിൽ ടീച്ചർ വന്നതിന് ശേഷമാണ് നമ്മുടെ സ്റ്റാഫ് മീറ്റിംഗ് ഒക്കെ കുറച്ചും കൂടി ഭക്ഷണപ്രിയമായിട്ട് മാറിയതെന്ന് വേണമെങ്കിൽ പറയാം. ആരാന്ന് പറയും? നിമ്മ ടീച്ചർ. ഓക്കെ. വളരെ സന്തോഷം. നല്ല കളർഫുള്ളായിട്ട് വളരെ സന്തോഷത്തിൽ, അത് മാത്രമേ നമ്മളെക്കുറിച്ച് ആളുകൾ വിലയിരുത്തുന്ന ആ ഒരു അനുഭവം കൂടി ആവുമ്പോൾ രസമുണ്ട്. എന്തായാലും എൻ്റെ ഫ്രണ്ട് നമ്മൾ സ്കൂളിൽ വന്നതിന് ശേഷം ജീവിതത്തിലൊരു പ്രധാനപ്പെട്ട ഒരു സംഭവം നടക്കാനുള്ള ഒരു വക്കീലാണ്. ഇത്തിരി അലങ്കാരപ്പണികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഭാവന മൈ ഡിയർ കമോൺ എന്റെ അടുത്ത് തന്നെ ഇരിക്കുകയാണ്. ഭാവന എന്റെ തൊട്ടടുത്ത് നിന്ന് ചോദിക്കുന്നു, എന്റെ കുട്ടിയേക്കണ ആശയാണ്. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. എൻ്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UP സ്കൂൾ ടീച്ചറാണ്, UP സെക്ഷൻ. എപ്പോഴും സാരി കൊടുത്തിട്ടാണ് ടീച്ചറെ ഞാൻ കാണാറുള്ളത്. ശാലീന സുന്ദരിയാണ്, ശാലീന സുന്ദരി. ഇന്ന് വൈറ്റ് സാരിയും റെഡ് ബ്ലൗസും ആണ് ടീച്ചർ ഇട്ടേക്കണത്. ടീച്ചർ ഹാപ്പി ന്യൂ ഇയർ ആണ്, ഹാപ്പി ക്രിസ്മസ്. എൻ്റെ ഫ്രണ്ട് റെഡ് സാരിയും വൈറ്റ് ബ്ലൗസാണ്. പിന്നെ ആൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ സ്റ്റാഫ് റൂമൊക്കെ പെട്ടെന്ന് സൈലന്റ് ആവും. എല്ലാവർക്കും മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഇത് ഈ വർഷത്തെ എന്താ പറയുക, ഈ ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ഒക്കെ വളരെ സന്തോഷം. കാരണം അടുത്ത വർഷം ഞാനിവിടെ ഉണ്ടാവില്ലല്ലോ, ചെറിയൊരു വിഷമമുണ്ട്. എന്നാലും ഓക്കെ, നിങ്ങൾ അടിച്ചു പൊളിക്കുക. പിന്നെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഞാൻ UP സെക്ഷനിൽ ചെല്ലുമ്പോൾ സ്റ്റാഫ് റൂമിൽ ശബ്ദമാണെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം എന്നെ കാണുമ്പോൾ പലർക്കും ഭയങ്കര പേടിയുണ്ടെന്നുള്ളത് എനിക്കിപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. പക്ഷെ ഞാൻ ശരിക്കും പറഞ്ഞ അങ്ങനെ ഭീകരാവസ്ഥയിലുള്ള ടീച്ചറൊന്നുമല്ല. എന്താ പറയാ, സർക്കംസ്റ്റൻസസ് മേക്ക് എ മാൻ ഫീമെയിൽ അല്ലെങ്കിൽ വുമൺ എന്താ ഈ രീതിയിലേക്ക് എത്തിക്കുക എന്നാണ് എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ എപ്പോഴും ഞാൻ ഒരു സിംഗിൾ ആയതുകൊണ്ട് എൻ്റെ മുഖത്ത് എപ്പോഴും ഗൗരവം ഉണ്ടാവുക. കാരണം നിങ്ങൾക്കറിയാലോ, നമ്മളെ സൊസൈറ്റി എപ്പോഴും ഏത് വ്യൂയിലൂടെയാണ് കാണുന്നതെന്ന് നമുക്കെപ്പോഴും നോക്കാമല്ലോ. അപ്പൊ അതുകൊണ്ട് എപ്പോഴും ഒരു മുഖപടം അല്ലെങ്കിൽ മുഖംമൂടി എന്ന രീതിയിൽ ഒരു ഗൗരവം എപ്പോഴും എൻ്റെ മുഖത്തുണ്ടാവാറുണ്ട്. അത് എവിടെയും ഞാൻ അങ്ങനെ തന്നെയാണ് നടക്കുക. പിന്നെ കുറേയേറെ കാര്യങ്ങളിൽ കുറെ സ്ട്രിക്റ്റ്
ഞാൻ ഫോളോ ചെയ്യാറുണ്ട്. അത് എന്നെ ശത്രുക്കൾ ഒരുപാട് എന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാലും സമയം കുറവാണ്. അപ്പോൾ എനിക്ക് വളരെ സന്തോഷം. കറക്റ്റായിട്ടൊരു കാര്യം, അതായത് ഞാൻ ഗൗരവക്കാരിയാണ്, പലർക്കും എന്നെ പേടിയാണ്, എനിക്ക് പലപ്പോഴും അത് ഫീൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി എനിക്ക് കിട്ടിയ ഫ്രണ്ട് എന്ന് പറയുന്നത് നേരെ ഉൾട്ടയാണ്. ഇപ്പം നിങ്ങൾ പറഞ്ഞു ഞാൻ ഭയങ്കര ഗൗരവക്കാരിയാണെന്ന് പറഞ്ഞപ്പോൾ, വളരെ ശാന്തശീലിയാണ്, കാം ആൻഡ് ക്വയറ്റ് ആണ്. പക്ഷെ എല്ലാ കാര്യങ്ങളിലും വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. എപ്പോഴും വർക്ക് ഹോളിക്കാണ്. എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. കറക്റ്റ് ടൈമിങ്ങിൽ വരികയും പോവുകയും ചെയ്യും. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് എല്ലാ കാര്യങ്ങളും അടുക്കും ചിട്ടയോടെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതേസമയം നമ്മുടെ സ്കൂളിൻ്റെ എല്ലാ കാര്യങ്ങളും വളരെ എന്താ പറയുക ശ്രദ്ധിക്കുകയും ചെയ്യുന്ന ഒരു സ്റ്റാഫ് കൂടിയാണ്. സ്റ്റാഫ് എന്ന് പറയുമ്പോൾ നമ്മൾ ഹൈസ്കൂൾ UP മാത്രമല്ലല്ലോ നമുക്ക് സ്റ്റാഫ്. വെരി ഗുഡ്. നിമ ടീച്ചർക്ക് വളരെ വ്യക്തമായി കിട്ടി. ശ്രീദേവി ചേച്ചി. വളരെ ആഗ്രഹിച്ചിരുന്ന വ്യക്തിയാണ്. Stars are brightly shining. This is the night of the dear Savior's birth. Long lay the world in sin and error hiding, till He appears and the soul felt its. ഹലോ, എനിക്ക് കിട്ടിയ ടീച്ചർ ഹൈസ്കൂളിലാണ്, പുതിയ ടീച്ചറാണ്. Fall on your knees. Oh, hear the angel voices. എല്ലാവർക്കും ക്രിസ്മസ് പുതുവത്സര ദിനാശംസകൾ. എനിക്ക് കിട്ടിയ ഫ്രണ്ട് ഒരു മാഷാണ്. ഐ ആം വെരി സോറി. കാരണം എനിക്ക് ടീച്ചേഴ്സിന് സമ്മാനം കൊടുക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ കിട്ടിയിരിക്കുന്ന ആരും ടീച്ചേഴ്സും അല്ല. അപ്പൊ അതിന്റെ അർത്ഥം മനസ്സിലായല്ലോ. അതായത് ഓഫീസിൽ നിന്നാണ്. ഞാൻ ഒരുപാട് ക്ലൂ ആലോചിച്ച് വെച്ചിരുന്നു. പക്ഷെ ഇപ്പൊ എല്ലാരും ഔട്ടായിക്കോളൂ. 3 പേര് ഇപ്പൊ ഓൾറെഡി ഔട്ടായി. ശേഷിക്കുന്ന 2 പേരില് എന്റെ നാട്ടുകാരി അല്ലാത്ത ആള്. ഓക്കെ, സിനി. In lowly manger. Oh, happy day. 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 എനിക്ക് കിട്ടിക്കുന്ന ഫ്രണ്ട് ഒരു മലയാളം ടീച്ചറാണ്. Jesus born on Christmas Day. Oh, happy day. Oh, happy day. എല്ലാവർക്കും നമസ്കാരം. എല്ലാ സഹപ്രവർത്തകർക്കും ക്രിസ്തുമസ് നവവത്സര ആശംസകൾ. എൻ്റെ ഫ്രണ്ട് ഇപ്പോൾ വളരെ ചുരുക്കം ആളുകളുള്ളൂ അല്ലേ? അപ്പോൾ പെട്ടെന്ന് തന്നെ മനസ്സിലാവും ഓഫീസ് സ്റ്റാഫാണ്.
സാറ് ഫ്രണ്ടിലിരിക്കുന്നുണ്ട്, അതെനിക്ക് സമയം. അതെ, ഞാൻ ക്ലൂ പറയാം. അതായത് ആദ്യം എനിക്ക് കിട്ടിയത് കണ്ടപ്പോ തന്നെ ഞാൻ ഞെട്ടിപ്പോയി. അത് കഴിഞ്ഞിട്ട് ഞാനത് മാറ്റാൻ നോക്കി, പക്ഷെ നമ്മുടെ പ്രിയ സമ്മതിച്ചില്ല അത്. പിന്നെ ആദ്യത്തെ ക്ലൂല് തന്നെ എല്ലാവർക്കും മനസ്സിലാകും, പിങ്ക് സാരിയാണ്. ഇനി പറയണോ? ഇനി വേണ്ടല്ല. അതാ എല്ലാവർക്കും മേരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. എൻ്റെ ഫ്രണ്ട് എന്നെ പോലെ തന്നെ ഒരു ന്യൂ കമറാണ്. പിന്നെ വളരെ ഹെൽത്ത് കോൺഷ്യസ് ആണ്. ആളുടെ മാത്രമല്ല എല്ലാവരുടെയും ഹെൽത്ത് നോക്കുന്ന ഒരാളാണ്. എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ഒരാളാണ്. Christ was born, Christmas Day. Christ was born on Christmas Day. Oh, how I want to be in that number. When Christ was born on ക്ലൂ തരാനൊന്നുമില്ല. ഞങ്ങൾക്ക് രണ്ടാൾക്കും പരസ്പരമാണ് കിട്ടിയിരിക്കുന്നത്. എൻ്റെ ഫ്രണ്ടും ഡയാനിയാണ്. എല്ലാവർക്കും മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. When Christ was born on Christmas Day. When Christ was born on Christmas Day. Oh, how I want to be in that number. എല്ലാവർക്കും ആയില്ലേ? കഴിഞ്ഞില്ലേ? എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത പണി എന്താന്ന് വെച്ചാല് ഈ കിട്ടിയ സമ്മാനം പൊളിക്കുക. അവസാനല്ലേ പൊളിച്ചോണ്ട് എല്ലാവരും അവരവരുടെ സമ്മാനം പൊളിക്കും. ഞാനും പൊളിക്കാൻ പോവാ. യേശുവേ ചുണർത്തിയ ആക്കിടയുന്നതേ നിങ്ങൾ തൻ ഹൃദയത്തിൽ യേശുനാഥൻ പിറന്നു പൈതലാ യേശുവേ ചുണർത്തിയ
ആട്ടിടയരുന്നതരേ നിങ്ങൾ തൻ ഹൃദയ യേശുനാഥൻ പിറന്നു ലലലാ 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 കാലിത്തോഴത്തിൽ തീർന്നവനേ കരുണ നിറഞ്ഞവനേ കാലിത്തോഴത്തിൽ തീർന്നവനേ കരുണ നിറഞ്ഞവനേ കരളിലെ ചോരയ പാരിന്റെ പാപങ്ങൾ കഴുകിക്കളഞ്ഞവനേ Thank you. ഒരു രാഗമേഘം
നമ്മുടെ ഭാവന ടീച്ചർ. ഏതാ പാട്ട്? നീ കവിതകളാ കനവുകളാ കയൽവിഴി நான் மிகழ்வதுவா கடந்ததுவா பதில் மொழி உன்னோடு நெஞ்சம் உறவாடும் வேளை தண்ணீர் கமலம் தானா முகம் காட்டு நீ முழுவெண் பனி மூடாது நீ இதழோரமாய் சிறு புன்னகை நீ காட்டடி ஏ முல்லையே. മനുഷ്യനായി ബത്ലേഹേമിൽ മഞ്ഞു പെയ്യുന്ന മലമടക്കിൽ ഹല്ലേലൂയ 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 മണ്ണിലും വിണ്ണിലും മന്ദഹാസം പെയ്യും മധുര മനോഹര ഗാനം മണ്ണിലും വിണ്ണിലും മന്ദഹാസം പെയ്യും മധുര മനോഹര ഗാനം ഹല്ലേലൂയ 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 ദൈവം പിറക്കുന്നു മനുഷ്യനായി ബത്ലേഹേമിൽ മഞ്ഞു പെയ്യുന്ന മലമടക്കിൽ ഹല്ലേലൂയ 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 മണ്ണിലും വിണ്ണിലും മന്ദഹാസം പെയ്യും മധുര മനോഹര ഗാനം മണ്ണിലും വിണ്ണിലും മന്ദഹാസം പെയ്യും മധുര മനോഹര ഗാനം ഹല്ലേലൂയ ഹല്ലേലൂയ. കിട്ടിയ പക്ഷേ ചന്ദനമണിവാതിൽ പാതിച്ചാരി ഇന്തോളം കണ്ണിൽ തിരയിളക്കി ശൃംഗാര ചന്ദ്രിക നീരാടി നീ നിൽക്കെ എന്തായിരുന്നു മനസ്സിൽ ചന്ദനമണിവാതിൽ പാതിച്ചാരി ഇന്തോളം കണ്ണിൽ തിരയിളക്കി ശൃംഗാര ചന്ദ്രികെ നീരാടി നീ നിൽക്കെ എന്തായിരുന്നു മനസ്സിൽ. പെട്ടുടാ രാവും പകലും ഇണചേരുന്ന സന്ധ്യയുടെ സൗവർണ നിറപോലും ഈ മുഖം നോക്കി രാവും പകലും
ഇണചേരുന്ന സന്ധ്യയുടെ സവർണ നിറമോലും ഈ മുഖം നോക്കി കാലത്തിൻ കണികയാമീ ഒരു ജന്മത്തിൻ്റെ ജാലകത്തിലൂടെ പരതയെ നോക്കി ഞാനിരിക്കുമ്പോൾ കേവലാനന്ദ സമുദ്രമേ പ്രാണനിലല തല്ലി ആർത്തിടുന്നു. ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ, എന്നോ മലുറക്കമായി ഉണർത്തരുതേ, എന്നോ മലുറക്കമായി ഉണർത്തരുതേ. ഒന്നിനി തിരി താഴ്ത്തു ശാരദ നിലാവേ, ഈ കണ്ണിലെ കിനാവുകൾ കെടുത്തരുതേ, കണ്ണിലെ കിനാവുകൾ കെടുത്തരുതേ. പാടണ്ട പാടണ്ട രണ്ടുപേരി മാണിക്യ വിനയമാണ്. രണ്ടുപേരും മാണിക്യ വീണയുമായ മനസ്സിന്റെ താമര പൂവിലുണർന്നവളെ പാടുകില്ലേ വീണമീട്ടുകില്ലേ, എന്റെ വേദന എന്നോടു ചൊല്ലുകില്ലേ, ഒന്നും മിണ്ടുകില്ലേ. എന്തിത്ര കോപത്തിൽ സിന്ദൂരം മുന്നടുത്തെത്തുമ്പോൾ എന്തു ചോദിക്കലും, എന്തിനാണെന്തിനാണീ മൗനം. മാണിക്യവീണയുമായ മനസ്സിന്റെ താമര പൂവിലുണർന്നവളെ പാടുകില്ലേ വീണമീട്ടുകില്ലേ, നിന്റെ വേദന എന്നോട് ചൊല്ലുകില്ലേ, ഒന്നും മിണ്ടുകില്ലേ.